ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻ കുട്ടി പറഞ്ഞു. മുഹമ്മദ് ഷുഹൈബിനെ താമരശ്ശേരി കോടതിയിൽ ഇന്ന് ഹാജരാക്കും. ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബ് ചോദ്യം ചോർന്നെന്ന് സമ്മതിക്കുമ്പോഴും തനിക്ക് പങ്കില്ലെന്ന് ആവർത്തിക്കുകയാണ്. ഉത്തരവാദികൾ മറ്റു പ്രതികളെന്നാണ് ഷുഹൈബ് മൊഴി നൽകിയത്. ചോർത്തയായിട്ടുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്, തീർച്ചയായും സമ്മതിക്കുന്നുണ്ട്. ചോർത്തപ്പെട്ട ക്വസ്റ്റ്യൻ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ അയാൾ പറയുന്നത്. അല്ല, അയാൾ പറഞ്ഞിരിക്കുന്ന അയാൾ മറ്റുള്ള പ്രതികളുടെ പേരിലാണ് ആരോപിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തും. ഈ അന്വേഷണം ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ചോർത്തപ്പെട്ടിട്ടുണ്ടോ, ചോർത്തി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളോട് പരിശോധിക്കുന്നതാണ്. എന്തെങ്കിലും നേട്ടം ഉണ്ടാവാതെ ക്വസ്റ്റ്യൻ ചോർത്തി കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഷുഹൈബിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കേസിൽ 4ാം പ്രതിയായ സ്കൂൾ ജീവനക്കാരൻ അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. കേസിലെ 2-3 പ്രതികളും MS സൊല്യൂഷൻസിലെ അധ്യാപകരുമായ ഫഹദ്, ജിഷ്ണു എന്നിവർക്ക് കോടതി ജാമ്യം നൽകിയിരുന്നു. 24 കോഴിക്കോട്.